എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് 4ാമത്തെ ദിവസം അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം അധ്യായം, മാമോദീസ, ഈശോയിലുള്ള ജനനം. 3ാമത്തെ പാഠത്തിൽ നമ്മൾ കണ്ടു എന്താണ് കൂദാശ, കൂദാശകൾ എത്രയുണ്ട് കൂദാശ? 7 കൂദാശകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം 3ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ആദ്യത്തെ കൂദാശയായ മാമോദീസയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുക. അതിന് മുമ്പ് ഞാനിത് ഒരു കഥ പറഞ്ഞു തുടങ്ങാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഒരിക്കല് നിക്കോദേമോസ് എന്ന് പറയുന്ന ആരുടെ പേരിന്? നിക്കോദേമോസ് എന്ന് പറയുന്ന ഒരു പരിസേയ പ്രമാണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണാൻ ഇഷ്ടം, യേശു സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടം, യേശുവിൻ്റെ ചോദ്യോത്തരങ്ങൾക്കൊക്കെ മറുപടി പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അദ്ദേഹം നിയമങ്ങളൊക്കെ പഠിച്ച ഒരു നല്ല ചിട്ടയുള്ള നല്ല ഒരു പരിസയനാണ്. അതുകൊണ്ട് ഈശോയുടെ വാക്കുകൾ കേൾക്കാനൊക്കെ ഒത്തിരിയേറെ താല്പര്യമുണ്ട്. പക്ഷേ ഈ നിക്കോദേമോസിന് ഒരു പ്രശ്നമാണ്. എന്താ നിക്കോദേമോസിന്റെ പ്രശ്നം? നിക്കോദേമോസിന് അപ്പടി പേടിയാണ്. ഈശോയാണോ നിക്കോദേമോസിന് പേടി? ഈശോയല്ല നിക്കോദേമോസിന് പേടി, ജനങ്ങളെ, പുരോഹിതന്മാരെ, യഹൂദരെ, ഇവരെല്ലാം നിക്കോദേമോസിന് പേടി. കാരണം സംശയമൊക്കെ ചോദിക്കാനായിട്ട് നിക്കോദേമോസ് ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെന്നാ പറയും, അവരെന്നെ ഒറ്റപ്പെടുത്തില്ലേ എന്നൊക്കെയുള്ള ചിന്തയും വിചാരവും ഉണ്ട്. എന്നാൽ ഈശോയെ കാണാനും ഈശോയോട് സംസാരിക്കാനും ഈ നിക്കോദേമോസിന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം നിക്കോദേമോസ് പമ്മി ഒരു രാത്രിയില് പയ്യെ പോവാം, ആരും കാണാതെ ഒരു രാത്രിയില് നിക്കോദേമോസ് നടന്ന് യേശുവിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ യേശു ചോദിച്ചു, നിക്കോദേമോസേ, എന്താ ഈ രാത്രിയിൽ? അപ്പോൾ നിക്കോദേമോസ് പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട്, അത് ചോദിക്കാനായിട്ട് വന്നതാണ്. നിത്യജീവനിലേക്ക് ജനിക്കാൻ ഞാൻ എന്നാ ചെയ്യണം? അതായിരുന്നു നിക്കോദേമോസിന്റെ സംശയം. ഈശോ പറഞ്ഞു, വീണ്ടും ജനിക്കണം, വീണ്ടും നിത്യജീവനിൽ പ്രവേശിക്കാൻ നീ വീണ്ടും ജനിക്കണം. നിക്കോദേമോസിന് അപ്പൊ ഭയങ്കര സംശയം, വീണ്ടും ജനിക്കാനോ? നിക്കോദേമോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ടീച്ചറിനെ പോലെ ഒത്തിരി വണ്ണവും പൊക്കവും വയറും ഒക്കെയുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യനെങ്ങനെയാ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും പുറത്തു വരുന്നത്? ആ സംശയം ഇങ്ങനെ നിക്കോദേമോസിന്റെ മനസ്സിലിങ്ങനെ വന്നു. നിക്കോദേമോസ് അത് ചോദിച്ചു, എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി പുറത്തേക്ക് വരാൻ സാധിക്കും? അപ്പൊ ഈശോ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് വീണ്ടും പുറത്തേക്ക് വരില്ല. നിക്കോദേമോസേ, സത്യമായി ഞാൻ നിന്നോട് പറയും, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. ഇതെവിടെയാ പറയുന്നേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3ാം അധ്യായം 3ാം വാക്യം. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും
ജനിക്കുന്നില്ല എങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കണം എന്ന് ഈശോ പറയുന്നത്? ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം നാം എല്ലാം പാപാവസ്ഥയിലാണ് ജനിക്കുന്നത്. ഈ പാപത്തിന്റെ സ്വാധീനം നമ്മെ നന്മ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും തിന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ പാപാവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജന്മപാപം. ഈ പാപാവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജന്മപാപം. ഈ അവസ്ഥയിൽ നിന്ന്, അതായത് ഈ ജന്മപാപത്തിൽ നിന്ന് ദൈവമക്കൾ എന്ന സ്ഥാനത്തേക്കുള്ള നമ്മുടെ ജനനമാണ് മാമോദീസ. മനസ്സിലായി എന്ന് കരുതുന്നു. അവിടുന്ന് നിക്കോദെമോസിനോട് വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് നിക്കോദെമോസേ, അമ്മയുടെ ഉദരത്തിൽ നിന്നല്ല ജനിക്കേണ്ടത്, ജലത്താലും ആത്മാവിനാലും നാം വീണ്ടും ജനിക്കണം. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്ന ഒരു ദൈവവൈതൽ ജന്മപാപത്തിൽ നിന്നും, കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവിക ജീവനിൽ പങ്കുകാരും സ്വർഗരാജ്യത്തിന് അവകാശികളുമായിട്ട് ഇവർ മാറും. എന്തൊക്കെയാ? ജന്മപാപത്തിൽ നിന്നും, കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുകയും ദൈവിക ജീവനിൽ പങ്കുകാരാവുകയും സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയും ചെയ്യും. ഇനി എന്താണ് മാമോദീസ? എന്താ മാമോദീസ? നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ മാമോദീസ മുങ്ങിയവരാണോ? ആണോ? നിങ്ങളെല്ലാവരും മാമോദീസ മുങ്ങിയവരാണോ? മാമോദീസ മുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? മാമോദീസ മുക്കുന്നത് കണ്ടിട്ടുണ്ട്, മാമോദീസ മുങ്ങിയവരാണ്. അപ്പൊ എന്താണ് മാമോദീസ? ജന്മപാപത്തിൽ നിന്നും, കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചിച്ച് നമ്മെ ദൈവമക്കളും സഭയിലെ അംഗങ്ങളും സ്വർഗത്തിന് അവകാശികളുമാക്കുന്ന കൂദാശയാണ് എന്ത്? മാമോദീസ. ഇനി ഈ മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം, മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം മുങ്ങുക അല്ലെങ്കിൽ സ്നാനം ചെയ്യുക എന്നൊക്കെയാണ്. ഇനി മാമോദീസ ക്രൈസ്തവ ജീവിതത്തിന്റെ വാതിലെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സഭാപിതാക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. മാമോദീസയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ വാതിലെന്ന്. മാമോദീസയിലൂടെ നാം പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുകയും ഈശോയിലുള്ള ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മാമോദീസ ക്രൈസ്തവ ജീവിതത്തിന്റെ വാതിൽ എന്ന് പറയുന്നത്. ഇതാണ് മാമോദീസ തൊട്ടി, ക്രൈസ്തവ ജീവിതത്തിന്റെ വാതിൽ. ഇനി നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ മാമോദീസയുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് എവിടെയാണ്? ആരംഭിക്കുന്നത്? ദേവാലയ കവാടത്തിൽ വെച്ചാണ് ഈ മാമോദീസയുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ വെച്ച് കാർമികൻ തലതൊട്ടമ്മയോടും തലതൊട്ടപ്പനോടും കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ മാമോദീസ സ്വീകരിക്കാനുള്ള കുട്ടിക്ക് വേണ്ടി ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അവർ ചെയ്യും. കൊച്ചു ശിശുവായതുകൊണ്ട് കൊച്ചിന് തനിച്ച് പറയാനായിട്ട് പറ്റില്ല. അതിനാൽ ഉത്തരങ്ങളൊക്കെ ഇവർ പറയും. ഇനി പ്രായപൂർത്തിയായ പറയാനറിയാവുന്ന ഒരാളാണ് മാമോദീസ സ്വീകരിക്കുന്നതെങ്കിലോ വൈദികൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ആരാണ് ഉത്തരം കൊടുക്കേണ്ടത്? അതിനെല്ലാം ഉത്തരം കൊടുക്കേണ്ടത് ആ മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി തന്നെയായിരിക്കും. ഇനി മാമോദീസ നൽകുന്നത് എങ്ങനെയൊക്കെയാണ്? 3 വിധത്തില് മാമോദീസ നൽകുക. ഒന്നാമത്, പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ മാമോദീസ നൽകുന്ന ശിശുവിനെ
3 പ്രാവശ്യം വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. രണ്ടാമത് വെള്ളത്തിൽ ഇരുത്തി ശിരസിൽ കുരിശടയാളത്തിൽ 3 പ്രാവശ്യം വെള്ളമൊഴിക്കുന്നു. ഇനി മൂന്നാമതൊന്ന് ശിരസിൽ കുരിശടയാളത്തിൽ 3 പ്രാവശ്യം വെള്ളമൊഴിക്കുന്നു. അത് കിടത്തിക്കൊണ്ടാവാം, എങ്ങനെയുമാവാം. ഈ മാമോദിസ എന്ന കർമ്മത്തിന്, ശ്രദ്ധിക്കുന്നുണ്ടോ, മാമോദിസ എന്ന കർമ്മത്തിന് 3 പ്രാവശ്യം തൈലം പൂശുന്നുണ്ട്. ഒന്നാമത്തെ തൈലം പൂശല് വിശുദ്ധീകരിക്കുന്ന കർമ്മത്തെ സൂചിപ്പിക്കുന്നു. അത് ആനവാദത്തിൽ വെച്ച്. രണ്ടാമത്തെ തൈലം പൂശല് ആത്മാവിലുള്ള ജനനത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ തൈലം പൂശല് ആത്മാ അഭിഷേകത്തെ സൂചിപ്പിക്കും. തലയിൽ വെള്ളമൊഴിക്കുന്ന കർമ്മം നാം പാപത്തിന് മരിച്ച് ഈശോയിൽ ജനിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കും. ഇനി പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ? അത് എന്തിന്റെ സൂചനയാണ്? പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നത്, പുതിയ വസ്ത്രം ധരിക്കുന്നത് കൃപാവരത്തിന്റെ പുതുജീവിതത്തെ സൂചിപ്പിക്കും. ഇനി കത്തിച്ച തിരി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കത്തിച്ച തിരി കൊച്ചു പിടിക്കുവോ? ഇല്ല. അല്ലെങ്കിൽ മാമോദിസ മുങ്ങാൻ വരുന്ന ഈ ശിശുവിന്റെ കയ്യിൽ കൊടുക്കുവോ? ഇല്ല. അത് അതിന്റെ മുതിർന്ന ആൾക്കാരുടെ കയ്യിൽ തലതട്ടപ്പയുടെയും തലതട്ടപ്പന്റെയും ഒക്കെ കയ്യിൽ പിടിപ്പിച്ച് ഇത് ഇങ്ങനെ അവരെ കൊണ്ട് പിടിപ്പിക്കും. അപ്പോ അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്? ലോകത്തിന്റെ പ്രകാശത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കത്തിച്ച തിരിവ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് മാമോദിസായുടെ ഫലങ്ങൾ. ഒന്ന്, മാമോദിസായിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. രണ്ടാമതായി ദൈവിക ജീവൻ ലഭിക്കുന്നു. മൂന്നാമതായിട്ട് ദൈവ മക്കളായി തീരുന്നു. നാലാമത് സഭയിലെ അംഗങ്ങളായി തീരുന്നു. അഞ്ചാമതായിട്ട് സ്വർഗത്തിന് അവകാശികളായി തീരുന്നു. അപ്പൊ മാമോദിസായുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പാപമോചനം ലഭിക്കുന്നു. രണ്ട്, ദൈവിക ജീവൻ ലഭിക്കുന്നു. മൂന്ന്, ദൈവ മക്കളായി തീരുന്നു. നാല്, സഭാംഗങ്ങളായി തീരുന്നു. അഞ്ച്, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരും. മാമോദീസ സ്വീകരിച്ചതുവഴി നമുക്ക് ദൈവിക ജീവനും ദൈവമക്കൾ എന്ന സ്ഥാനവും സ്വർഗരാജ്യത്തിന് അവകാശികളുമായി മാറി. എല്ലാവരും മാമോദീസായിലൂടെ ദൈവമക്കൾ ആയിത്തീരണമെന്ന് ഈശോ ആഗ്രഹിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തില് അത് സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുവചനം. ആകയാൽ നിങ്ങൾ പോയി സകല ജനങ്ങളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക. ഈ ക്ലാസ്സിലൂടെ എന്ത് ബോധ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ഒന്നാമത്തേത്, ദൈവത്തിന്റെ മക്കളായി വീണ്ടും ജനിക്കുന്നു. ഇനി രണ്ടാമത്തെ ബോധ്യം, ജന്മപാപവും കർമ്മപാപവും മോചിക്കപ്പെടുന്നു. മൂന്നാമത്തേത്, സഭയുടെ അംഗങ്ങളും സ്വർഗത്തിന് അവകാശികളുമായി മാറുന്നു. നിങ്ങൾ മിടുക്കരാണ്, അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. നമ്മുടെ മനോഭാവത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ. ഒന്ന്, നന്ദിയുടെ മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിക്കണം. ഇനി നമ്മൾ വളർത്തിയെടുക്കേണ്ട ശീലങ്ങൾ. ഒന്നാമത്തെ കാര്യം, സഭയുടെ വിശ്വാസം നമ്മൾ ഏറ്റിച്ചു കഴിഞ്ഞു. അത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണം പഠിച്ച് അത് ഉരുവിട്ടുകൊണ്ടിരിക്കണം. സഭയുടെ വിശ്വാസം നമ്മളെപ്പോഴും ഏറ്റു പറയുന്നവരാണ്. ഓർമ്മിക്കാൻ ഒരു തിരുവചനം ഉണ്ടാവണം. വേണ്ടേ? നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എന്നും അതിരത്തിലും മനസ്സിലും സൂക്ഷിക്കാൻ ഒരു തിരുവചനം ഉണ്ടാവണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം അതിപ്രകാരമാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും
ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു തീരുമാനം നമുക്കെടുക്കാം ഈ ക്ലാസ്സിലൂടെ. ഞാൻ വിശ്വാസ പ്രമാണം കാണാതെ പഠിക്കും, അല്ലെ? സഭയുടെ വിശ്വാസ പ്രമാണം എപ്പോഴും ഉരുവിടുവാൻ വേണ്ടി ഞാനത് കാണാതെ പഠിക്കും. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, ഞാൻ 2-3 ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാം. എന്താണെന്ന് പറയാം കേട്ടോ. ഇതെന്തുവാ? ഇത് യേശുവിന്റെ മാമോദിസ. ഈശോയ്ക്ക് ആരാണ് മാമോദിസ നൽകിയത്? സ്നാപക യോഹന്നാൻ. എടുക്കേ, സ്നാപക യോഹന്നാനാണ് ഈശോയ്ക്ക് മാമോദിസ നൽകിയത്. എവിടെ വെച്ചാണ്? ജോർദാൻ നദിയിൽ വെച്ച് ഈശോയ്ക്ക് സ്നാപക യോഹന്നാൻ മാമോദിസ നൽകി. ഇതെന്താ? ഒരു കൊച്ചിന് ജ്ഞാനസ്നാനം നൽകുന്നു. ഈശോയിലുള്ള ഈ ശിശുവിന്റെ ജനനമാണ് ഈ കാണുന്നത്. ഈശോയിലുള്ള ജനനം. ഈ ചിത്രം കണ്ടോ? ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നു. കണ്ടോ? ഇവിടെ പിതാവിന്റെയും പുത്രന്റെയും സാന്നിധ്യവും, അല്ലേ? പുരുഷണ്ട്, ഇവിടെ പരിശുദ്ധാത്മാവുണ്ട്, പ്രാവിന്റെ രൂപത്തിലുണ്ട്, മാമോദീസ തൊട്ടിയുണ്ട്. കണ്ടോ? വീണ്ടും ജനിക്കുന്നു. ഒരു പാട്ട് പാടാം, അല്ലേ? എല്ലാവരും എണീറ്റ് നിൽക്കാം. വളരെ സന്തോഷത്തോടെ നമുക്ക് ഈ പാട്ട് പാടാം. മാമോദീസ മുങ്ങും നേരം ദൈവമക്കളാകും നമ്മൾ, പാപമേതും നീങ്ങി നമ്മൾ ശുദ്ധരാകുന്നു. ദൈവാത്മാവിൻ ശക്തിയേകി ദൈവികമാം ജീവൻ നൽകി സഭാമക്കളാക്കി നമ്മെ മാറ്റിടും ഈശോ. മാമോദീസ മുങ്ങും നേരം ദൈവമക്കളാകും നമ്മൾ, പാപമേതും നീങ്ങി നമ്മൾ ശുദ്ധരാകുന്നു. വിശ്വാസത്തിൻ ദാനം നൽകി ദൈവികമാം സ്നേഹം നൽകി ഹൃത്തിൽ മായാ മുദ്ര പതിച്ചു മാമോദീസായിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ജലത്താലും അരൂപിയാലും മിശിഹായുടെ സഭയിലെ അംഗങ്ങളാകാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളെ ദൈവിക ജീവനിൽ എന്നും നിലനിർത്തണമേ. ആമേൻ. നമുക്ക് നമ്മുടെ പാഠപുസ്തകം തുറന്ന് 27-ാമത്തെ പേജെടുക്കാം. മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം മുങ്ങുക, സ്നാനപ്പെടുക. 2, എന്തുകൊണ്ടാണ് മാമോദീസയെ ക്രൈസ്തവ ജീവിതത്തിന്റെ വാതിൽ എന്ന് വിളിക്കുന്നത്? മാമോദീസയിലൂടെ നാം പാപത്തിൽ നിന്ന് മോചനം നേടുകയും ഈശോയിലുള്ള പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ വാതിലെന്ന് മാമോദീസയെ വിളിക്കുന്നത്. 3-ാമത്തെ ക്വസ്റ്റ്യൻ, മാമോദീസയിലെ ദൃശ്യമായ അടയാളങ്ങൾ എന്തെല്ലാമാ? തൈലം പൂശല്, തലയിൽ വെള്ളം ഒഴിക്കല്, പിന്നെ പുതിയ വസ്ത്രം ധരിപ്പിക്കല്, കത്തിച്ച തിരി കൊടുക്കൽ. 4-ാമത്തെ ചോദ്യം, മാമോദീസയുടെ ഫലങ്ങൾ ഏവ? പാപമോചനം ലഭിക്കുന്നു, ദൈവമക്കളായി തീരുന്നു, ദൈവമക്കളും സഭാമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമായി തീരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചു. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം വരുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിച്ച് മിടുക്കരായിട്ട് ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ചു വരണം കേട്ടോ. നന്ദി.